തമിഴ്നാട്. തമിഴ്നാട് കുറേ ദ്രാവിഡിയൻ കൾച്ചറിലാണ് അവിടെ വരിക. അവിടെ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ബ്രാഹ്മൺസ് മുഴുവനും അവരെ മുഴുവൻ അത് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് അങ്ങ് പോയി. ആ ദ്രാവിഡിയൻ കൾച്ചർ വരികയും പിന്നീട് അവിടെ ഒരു ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ്റെ കടന്നുകയറ്റം വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ഓരോ ഞായറാഴ്ചകളിൽ അതായത് കൂടാരം പോലെ കെട്ടി താൽക്കാലിക അത്ര പേര് അവിടെ കൂടുന്നെന്ന് മനസ്സിലായിക്കോണം. അവിടെ ഈ പറയുന്ന പൊളിറ്റിക്സ് ആണെങ്കിലും ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണെങ്കിലും അവരുടെ കയ്യിലോട്ട് ഈ സാധനം അങ്ങ് പോയി. അതാണ് മനസ്സിലാക്കേണ്ടത്. അതാ ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, അത് സോഷ്യോ എക്കണോമിക് ഇഷ്യൂ ആണ് ഞാൻ പറയുന്നത്. തമിഴ്നാടിൻ്റെ എക്കോണമി നോക്കുക. ഒരു സമയത്ത് തമിഴ്നാടുകാർ കേരളത്തിലും മറ്റുള്ളിടത്തിലും ഒക്കെ ജോലി ചെയ്യാൻ പോകുമായിരുന്നു ലേബറായിട്ട്. ഇന്നേതെങ്കിലും തമിഴ്നാട്ടുകാരനെ കേരളത്തിൽ ലേബറായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടൊരു സമയത്ത് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ലേബർ, കാരണം പത്തനാപുരം എന്ന് പറയുന്നത് ചെങ്കോട്ട, തെമ്മല ഇതിൻ്റെ ബോർഡറായിട്ട് വരുന്ന സംഭവമാണ്. അവിടെ നിന്നാണ് അവർ ഏറ്റവും കൂടുതൽ വരുമായിരുന്നു ജോലിയും പരിപാടിയും അതും ഇതും, ഭിക്ഷക്കാർ ഉൾപ്പെടെ പല ജോലിയും ചെയ്യാൻ വേണ്ടി. പക്ഷേ ഒരു സംഭവം ഉണ്ടായി, ആ എക്കോണമി മാറി, അവിടുത്തെ ജനങ്ങൾ സോഷ്യോ എക്കണോമിക് സെറ്റപ്പ് അവരുടെ മാറി. അതെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ അവരുടെ ബിലീഫ്സ്, അതായത് മനുസ്മൃതിയാണെങ്കിലും ഈ സംസ്കൃതമാണെങ്കിലും ഈ സംഭവം ഇല്ലാതായി. ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ് മുഴുവനും വലിയൊരു ശതമാനം ഇത് കൺവേർട്ടായി മാറി. അതായത് നേറ്റീവ് സഭകളായി മാറി, നേറ്റീവ് ചർച്ചുകളായിട്ട് മാറി. ഇത് ചെറിയ ഹൗസ് ചർച്ചായിരുന്നു, ഇതായിരുന്നു. പിന്നീട് നിങ്ങൾ തമിഴ്നാട്ടിൽ സഞ്ചരിച്ച് നോക്കണം. ഈ പറയുന്ന ഹിന്ദു കൾച്ചറും അവിടുത്തെ ഹിന്ദു ടെമ്പിൾസിനകത്ത് ഒരു സമയത്ത് വലിയൊരു കൂട്ടം ആളുകൾ പോയിരുന്നു. ഇന്ന് ആളുകളെ രാവിലെയും പകലും ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് പണ്ട് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ വന്നിരുന്ന തമിഴന്മാരായിരുന്നു. ഈ തമിഴന്മാരെവിടെ പോയി? ചോദ്യം. ഈ തമിഴന്മാരൊക്കെ ഇന്ന് എവിടെ പോയി? ഇപ്പം ഈ ചോദ്യമൊക്കെയാണ് ഇതിൻ്റെ റിസർച്ചിനും മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് അവർ കൺവേർട്ടായിപ്പോയി. അതേപോലെ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്ന ആന്ധ്രാക്കാർ, അവരെവിടെ പോയി? അവരെല്ലാം ഇത് കൺവേർഷൻ ഉണ്ടായി. ഇതതിൻ്റെ കാര്യം. അപ്പം ഈ മാറ്റം എന്ന് പറഞ്ഞ് GDP ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഏകദേശം 1 ട്രില്യൺ അടുപ്പിച്ചാണ് പറയുന്നത്. അതായത് എക്കോണമി സ്ട്രെങ്തൻ ചെയ്തു. ഈ പറയുന്ന അവർക്ക് ജോലി കിട്ടി, അവർക്ക് ബിസിനസ് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി. അതോടുകൂടി ഒരു സംഭവം ഉണ്ടായി, അവരുടെ ഇടയ്ക്കൊന്ന് ഹിന്ദു വിശ്വാസം ഇല്ലാതായിട്ടങ്ങ് മാറി.